മണിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അവന് ലഞ്ച് ബോക്സ് തയ്യാറാക്കണം. അതിൻ്റെ ആദ്യത്തെ പണി തന്നെ പിന്നെ അവന് വെണ്ടയ്ക്കാപ്പൊരിയാണ് കേട്ടോ അവൻ്റെ സ്പെഷ്യൽ. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും വെണ്ടയ്ക്കാപ്പൊരി നിർബന്ധമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയുള്ള മരവെണ്ട എന്നാട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. അത് പറിച്ചും അതിൽ നിന്നൊരു മൂത്ത് പോകാതെ പറിക്കാൻ കേട്ടോ, പെട്ടെന്ന് മൂത്ത് പോകും. അപ്പോൾ അത് പറിച്ച് ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ കുറച്ച് കോൺഫ്ലവർ പൗഡറും കൂടെ ചേർക്കും കേട്ടോ, ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഡെയിലി ഇവന് കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഒത്തിരി ഓയിലാക്കാറില്ല കേട്ടോ. അത് ശരിക്കും നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുത്താൽ നല്ലതായിരിക്കും, കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ പക്ഷേ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അത് ഒന്ന് ചുറ്റിച്ചിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് ജസ്റ്റ് ആ പാനിലിങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്കപ്പൊരിയുടെ അത് ഉണ്ടാക്കാനുള്ള വെണ്ടയ്ക്ക ഇങ്ങനെ പരത്തി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നന്നായിട്ട് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ പരത്തി വെക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ഓയിൽ വേണ്ട. കുറച്ച് എണ്ണയ്ക്കകത്ത് കുറച്ച് അങ്ങനെയാണ് കേട്ടോ ഒന്ന് പൊരിച്ചെടുക്കാറ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് മൊരിഞ്ഞും കിട്ടും, ഒത്തിരി ഓയിലും വേണ്ട. അല്ലെങ്കിൽ അതേ മൊരിച്ചെടുക്കാം, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് 2-3 വട്ടം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തേച്ചിട്ട് മൊരിച്ചെടുത്താൽ മതി. വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ ഒത്തിരി വേവൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് മൊരിച്ചെടുക്കാനും പറ്റും. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇവിടുന്ന് അടി പിടിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൂടെ ഇന്ന് ലഞ്ച് ബോക്സിലേക്ക് ഒരു മീൻ പൊരിച്ചതും പിന്നെ ഒരു പപ്പടത്തിൻ്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കി. അങ്ങനെ അതും വെണ്ടയ്ക്കപ്പൊരിയൊക്കെ ആയിട്ട് ഒന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവന് സ്കൂളിൽ പോകാനായി. അങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടാറ്റ പറഞ്ഞ് സ്കൂളിൽ പോയി. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടാണ് കേട്ടോ ബാക്കി പണികളൊക്കെ. അപ്പോൾ ഞാൻ കോവലും പാവലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് കാട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കാടൊക്കെ ഒന്ന് പറിച്ചെടുത്തു കേട്ടോ, പറിച്ച് കളഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ചീരയുടെ തൈ കുറച്ച് അവിടെ നടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി ചെറിയ കുഴികളൊക്കെ കുഴിച്ചു. അപ്പോൾ അവിടെ അതായത് ഇന്നലെ ഏട്ടൻ ചീര കൊണ്ടുവന്നിരുന്നേ കടയിൽ നിന്ന് വാങ്ങിയിട്ട്. അപ്പോൾ അത് ഞാൻ തോരൻ വെച്ചപ്പോൾ അതിനകത്ത് കുറച്ച് തൈകളായിട്ട് കിട്ടി കേട്ടോ, വേരുള്ള. അപ്പോൾ ഞാനതൊന്ന് നട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് അവിടെ വൃത്തിയാക്കി അവിടെ ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നട്ട് അതൊക്കെ നനച്ചെടുത്തു. അതൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു പണി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.